ഡ്രെയിനേജിൽ നിന്ന് ഡയറക്റ്റ് ബക്കറ്റിൽ നിന്ന് കോരിക്കൊണ്ട് ഇവിടെ വെച്ചേക്കുന്ന വെള്ളമാണെന്ന് നിങ്ങൾ വിചാരിച്ച ഒരു തെറ്റും പറയല. അതുപോലെയാണ് ഈ സാധനം കാണാതിരിക്കുന്നത്. ഇത്രയ്ക്കും വൃത്തിയോട്ടൊരു ആംബിയൻസ് യമുന നദി പോലും കാണാൻ കിട്ടൂലേ. പാമ്പൻ തിരക്ക് കാരണം വായട്ടലിച്ച് തുപ്പലൊക്കെ സൂചി പോലെ കണ്ടില്ല വായിന്ന് വലിച്ചൂരി എടുക്കണം. ഈ സമ്പ്രദായം ഗാന്ധിജിയുടെ കാലം മുതലേ ഉള്ളതാണെന്ന് തോന്നുന്നു. ചുമ്മാ അല്ല ഗാന്ധിജിക്ക് നിരാഹാരം കിടന്ന. റമദാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ കാണിച്ചു കൊടുത്താലേ പിന്നെ സ്ട്രേറ്റ് 30 ദിവസം ഒരു പട്ടിണി കിടന്നോളും. ഈ വിഷം വാങ്ങിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തോ തിരക്ക് നോക്കിയാണ് ബിവറേജിൽ പോലും ഇത്രയും ക്യൂ കാണൂല. മാന്യ അദ്ദേഹമാണെങ്കിൽ നരസിംഹ മന്യാടിന്റെ ആറ്റിറ്റ്യൂഡ് ഇട്ട് അവിടെ സംഹാര താണ്ഡവും. Could be starving to death and I choose death. എന്റെ വീഡിയോ കൊണ്ട് നന്നായതാണെന്ന് അറിയില്ല. മാമൻ ബിസിനസ്സിൽ അല്പം പരിഷ്കാരം വരുത്തിയിട്ടുണ്ട്. തവിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. തബീണ സമയത്ത് ഒരു ആട് ഇതുവഴി നടന്നു. ഞാൻ ആടിന് ഈ വീഡിയോ കാണിച്ചു അത് ചാടി എന്റെ മൂക്ക് ചവിട്ടി തന്നു. നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിന്റെ മിശ്രിതത്തിൽ അല്പം നമുക്ക് ഫയർഫോഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ കാട്ടുതീയൊക്കെ വരുമ്പോഴത്തേക്ക് അണയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കായിരുന്നു. അല്ല ഇതെന്താണ് ഈ കാണുന്നത്? ബന്ന് മമ്മിഫൈ ചെയ്യണ? അയ്യോ ഇതൊക്കെ കാണുമ്പോ തന്നെ സകലകല വല്ലഭനേ. സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോഴേ ഇതൊക്കെ വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞാൽ പണ്ട് ജമ്പനും തുമ്പനും പറഞ്ഞ ഒരു കോമിക് കഥാപാത്രം ഉണ്ടായിരുന്നു. അതായത് ജമ്പന്റെ ഒരു വിളിയുണ്ട്. അങ്ങനെ വിളിച്ചോണ്ട് ഒറ്റ ചാട്ടം ബാത്റൂമിലോട്ട്.